ആദ്യം പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെതിരെ പ്രതിഷേധം തുടരുകയാണ്. രാത്രി 8-ന് സമരജ്വാല എന്ന പേരിൽ ക്ലിഫ് ഹൌസിലേക്ക് ഇന്ന് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കും. ഇതിനു പുറമെ മറ്റ് 4 ജില്ലകളിലും ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തും. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യാപേക്ഷ ഈ മാസം 17-ന് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കും. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഡാൻ, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ആയാലും കോൺഗ്രസ് ആയാലും. ഇന്നത്തെ മാർച്ചുമായി ബന്ധപ്പെട്ട് ക്ലിഫ് ഹൌസിലേക്ക് നടക്കുന്ന മാർച്ചുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ? യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പാർട്ടി സംസ്ഥാന നേതൃത്വം യൂത്ത് കോൺഗ്രസും സംസ്ഥാന വ്യാപകമായ പ്രതിഷേധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരമാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കൂടി പ്രതിഷേധം വ്യാപിപ്പിക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. അതിൻ പ്രകാരം ഇന്ന് 4 ജില്ലകളിലായിരിക്കും പ്രതിഷേധ പരിപാടികൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുക. കോട്ടയം, ആലപ്പുഴ, കണ്ണൂർ, കാസർഗോഡ് ഈ 4 ജില്ലകളിലായിരിക്കും ഈ യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന പ്രതിഷേധ പരിപാടികൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് നടക്കുക എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ സംസ്ഥാന തലത്തിൽ UDF-ന്റെ മറ്റ് നേതാക്കന്മാരും വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. കൃത്യമായ ഭരണകൂട ഭീകരതയാണ് കോൺഗ്രസിനെതിരെ, പ്രതിപക്ഷത്തിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാർ എന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ പരിപാടികൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്നതിനുള്ള തീരുമാനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്നത്. എന്തായാലും 17-ാം തീയതിയായിരിക്കും തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ അപ്പീൽ പരിഗണിക്കുക. കടുത്ത വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് രാഹുലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യാപേക്ഷയിന്മേൽ കോടതിയുടെ തീരുമാനം നിർണായകമാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 22-ാം തീയതി വരെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ റിമാൻഡിൽ ആയിരിക്കുന്നത്. 22-ാം തീയതി വരെയാണ് ഈ റിമാൻഡ് കാലാവധി പൂർത്തിയാക്കാനുള്ള കാലം. എന്തായാലും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം 1-ാം പ്രതിയായിട്ടുള്ള ഒരു കേസ്, ആ കേസിലാണ് 4-ാം പ്രതിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നത്. അതിൽ തന്നെ മറ്റുള്ളവരെ ചോദ്യം ചെയ്യണമോ അതോ അവരിൽ നിന്ന് പോലീസിനെതിരെ ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ്, അതോടൊപ്പം തന്നെ M. വിൻസെന്റ് MLA, അതോടൊപ്പം തന്നെ ഷാഫി പറമ്പിൽ MLA ഇവരിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയണമോ എന്ന കാര്യത്തിലടക്കം ഉദ്യോഗസ്ഥർ കൃത്യമായ ഉന്നത ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. അത്തരമുള്ള കൂടിക്കാഴ്ചകൾക്ക് ശേഷം മാത്രമേ കൂടുതൽ നേതാക്കളിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുമോ അല്ലെങ്കിൽ പ്രതി ചേർത്തിരിക്കുന്ന മറ്റ് ജനപ്രതിനിധികളടക്കമുള്ളവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം എന്ന കാര്യത്തിലൊക്കെ വ്യക്തമായൊരു ധാരണയുണ്ടാകുകയുള്ളൂ. എന്തായാലും സംസ്ഥാന വ്യാപകമായ പ്രതിഷേധത്തിനാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ കേരളം സാക്ഷ്യം വഹിച്ചത്. അത് കൂടുതൽ ദിവസങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്നതിന്റെ നീക്കങ്ങളുടെ ഭാഗമായാണ് ജില്ലാ കേന്ദ്രങ്ങളിലേക്ക് കൂടി ഈ പ്രതിഷേധം വ്യാപിപ്പിക്കാനുള്ള നീക്കം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതാണ് സാഹചര്യം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് ആയാലും കോൺഗ്രസ് ആയാലും. സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ ആയുധമാക്കി അത് കോൺഗ്രസ് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിലും വലിയ പ്രതിഷേധത്തിനാണുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇന്ന് രാത്രി ക്ലിഫ് ഹൌസിലേക്ക് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്.